ഇന്ന് നമ്മൾ ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പിൽ പച്ചരി എടുക്കുക. എന്നിട്ട് ആ പച്ചരി ഒരു പാത്രത്തിൽ ഇതേപോലെ ഇട്ട് വെക്കുക. എന്നിട്ട് ഒരു 3 പ്രാവശ്യം വൃത്തിയിൽ കഴുകിയിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇത് 2 മണിക്കൂറോളം നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം. അങ്ങനെ ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇതിനു വേണ്ടി നമ്മൾക്ക് പിന്നെ വേണ്ടത് കുറച്ച് ചോറാണ്. അത് നമ്മൾ ഉച്ചക്കാട്ടം വെച്ചത് കുറച്ച് അവിടെ മാറ്റി വെച്ചാൽ മതി. പിന്നെ ഇതേപോലെ ജ്യൂസ് മെഷീൻ. ഇനി നമ്മൾക്ക് നമ്മളെ പരിപാടി തുടങ്ങാം. ജ്യൂസ് മെഷീനിൽ ഇതേപോലെ അരി ഇടുക. അരി മൊത്തമായിട്ട് ഇടണ്ട, 2 പ്രാവശ്യം അടിച്ചെടുക്കേണ്ട ലെവലിൽ ഇട്ടാൽ മതി. ഏകദേശം പകുതി പകുതിയായിട്ട് ഇട്ടാൽ മതി. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ദോശയില്ലേ, പ്രവാസികൾക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. എന്നിട്ട് ജ്യൂസ് മെഷീനിൽ അരിയിട്ട ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ചോറ് വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കണക്കായ ഉപ്പിടണം. കുറച്ച് പാകത്തിന് ഇട്ടാൽ മതി, ഓരോരാളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം മുഴുവനായിട്ട് ഒഴിക്കരുത്, ഏകദേശം നമ്മൾ അരി എത്രയാണുള്ളത് അതിൻ്റെ കുറച്ച് മുകളിലേക്ക് പൊന്തിയിട്ട് നിന്നാൽ മതി. ഓവർ വെള്ളം ഒഴിക്കരുത്. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു ഷേപ്പിൽ കിട്ടണം. ഓവർ ടൈറ്റ് ആവാനും പാടില്ല, ഓവർ ലൂസ് ആവാനും പാടില്ല, ഒരു മീഡിയം ലെവലിൽ. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓണാക്കി ദോശ ചുടാൻ വേണ്ടി തുടങ്ങാം. ഇത് എളുപ്പമാട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഫ്ലെയിമിലേക്ക് കുറച്ച് ഓയിലാക്കാം. ഇനി നമ്മൾക്ക് ദോശ അതിൽ ഒഴിച്ചു കൊടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐഡിയ ഇത്. പെട്ടെന്ന് റെഡിയാവും. ഇതേപോലെ തട്ടിൽ ദോശ വെച്ച ശേഷം ഒന്ന് പൊത്തി വെക്കണം കേട്ടോ. അരി ദോശ ആയതുകൊണ്ട് പൊത്തി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മറിച്ചിടുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. ഇനി മറിച്ചിടുന്ന സമയത്ത് അതിൻ്റെ മുമ്പായിട്ട് ഇതേപോലെ കുറച്ച് ഓയിലായി കൊടുക്കണം മുകളിൽ. അതിന് ശേഷം മറിച്ചിട്ടാൽ മതി കേട്ടോ. നമ്മളെ ദോശ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടാ. അങ്ങനെ നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല മീൻ കറിയോ നല്ല ബീഫ് കറിയോ എല്ലാം കൂട്ടി കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നോ, മാരക ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗായ്സ്, വീണ്ടും കാണാം.